അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ഇടിയങ്ങര ഷെയ്ഖ് പള്ളി മക്കാമിൽ നടക്കുന്ന ഒരു അനാചാരത്തെക്കുറിച്ചിട്ടാണ് ഇവിടെ സംസാരിക്കുന്നത്. അപ്പവാണിഭ നേർച്ച എന്ന പേരിൽ നടക്കുന്ന ഒരു അനാചാരം. ഇപ്പോൾ പല്ലിൻ്റെ അസുഖമായിട്ട് നമ്മൾ ചെല്ലുന്ന ഒരാൾക്ക് അവിടെ പല്ലപ്പം എന്ന് പറയുന്ന ഒരപ്പം കടയിൽ പോയാൽ കിട്ടും. ആ അപ്പം മേടിച്ചിട്ട് നമ്മളവിടെ നേർച്ചയാക്കി കഴിഞ്ഞാൽ നമ്മുടെ പല്ലിൻ്റെ അസുഖം മാറുമെന്നാണ് അവിടുത്തെ വിശ്വാസം. ഇത് എവിടുന്നാണ് ഇവർക്ക് ഇങ്ങനത്തെ വിശ്വാസങ്ങൾ വന്നെന്നുള്ളത് അല്ലാഹു ആലം. ആ വീഡിയോ ഒന്ന് നിങ്ങൾ ആദ്യം കാണുക. നിങ്ങൾക്ക് മുഴന്റെ അസുഖമാണുള്ളതെങ്കിൽ ഈ ഒരു ബോൾ വാങ്ങി പള്ളിയിലേക്ക് നേർച്ചാക്കുക. അതുപോലെ കുടലിനാണ് പ്രശ്നമെങ്കിൽ ഈ കുടലപ്പം നേർച്ചാക്കുക. ഞാൻ പറഞ്ഞു വരുന്നത് 467 കൊല്ലമായിട്ട് കോഴിക്കോട് ഇടിയങ്ങര ഷെയ്ഖ് പള്ളിയിൽ നടക്കുന്ന അപ്പവാണിഭ നേർച്ചയെക്കുറിച്ചാണ്. എന്താണ് അപ്പവാണിഭ നേർച്ച നമുക്ക് നോക്കാം. നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് കുറേ അപ്പങ്ങളാണ്. ഇതാണ് പല്ലപ്പം. അതായത് നിങ്ങൾക്ക് പല്ലിന്റെ അസുഖങ്ങൾ മാറാൻ പല്ലപ്പം നേർച്ചാക്കുക. അതുപോലെ കാലിന്റെ മോഡലുള്ള അപ്പം വാങ്ങിയാൽ നിങ്ങളെ കാലിന്റെ പ്രശ്നങ്ങൾ മാറും. ഈ കാണുന്നതാണ് ചൊറിയപ്പം. അതായത് ചൊറിയിന്റെ മോഡലുള്ള അപ്പമാണ്. ഇത് നിങ്ങൾ നേർച്ചാക്കിയാൽ നിങ്ങളെ ചൊറികളൊക്കെ മാറിക്കിട്ടും. അതുപോലെ ഇതാണ് കണ്ണപ്പം, കണ്ണുവിന്റെ അസുഖം മാറാൻ. അതുപോലെ തന്നെ കയ്യപ്പം, കയ്യിന്റെ അസുഖം മാറാൻ. ആണിയപ്പം, ആണി അസുഖങ്ങൾ മാറാൻ, അതായത് ആണി രോഗമൊക്കെ മാറാൻ വേണ്ടി. ഇനി നിങ്ങൾക്ക് വെള്ളപ്പാണ്ടിന്റെ പ്രശ്നമാണെങ്കിൽ വെള്ളരി നിറച്ചാക്കുക, ചൊറിയാണെങ്കിൽ ചേന നിറച്ചാക്കുക. ഇങ്ങനെ തുടങ്ങി നിരവധി രോഗങ്ങൾക്ക് പരിഹാരം ഉണ്ടെന്ന് ഇന്നും വിശ്വസിക്കപ്പെടുന്നുണ്ട്. അപ്പോൾ എത്ര വലിയ അനാചാരമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഇതൊക്കെ ഇസ്ലാമുമായിട്ട് എന്തെങ്കിലും ബന്ധമുണ്ടോ? ഇസ്ലാമിൽ ഇത്തരം അനാചാരങ്ങൾക്ക് തെളിവുണ്ടോ? ഇത് നമ്മുടെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചു തന്നിട്ടുള്ള കാര്യമാണോ? ഇതുകൊണ്ടാണ് ഇതേപോലെയുള്ള അനാചാരങ്ങൾ ഇസ്ലാമിൻ്റെ ഇടയിൽ വ്യാപിച്ചുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ടൊക്കെ തന്നെയാണ് അള്ളാഹുവിൻ്റെ സഹായം മുസ്ലിം സമുദായത്തിൻ്റെ ഇടയിൽ ഇറങ്ങിച്ചെല്ലാത്തത്. അള്ളാഹിൻ്റെ സഹായം മുസ്ലിം സമുദായത്തിന് കിട്ടാത്തതിൻ്റെ ഒരു കാരണം അവർ യഥാർത്ഥമായിട്ടുള്ള ഇസ്ലാമിക വിശ്വാസത്തിൽ നിന്ന് തെറ്റിപ്പോകുന്നു. അവർ ഇതുപോലെയുള്ള ബിദ്അത്തുകളിലേക്കും അനാചാരങ്ങളിലേക്കും ചേക്കേറുകയാണ് ചെയ്യുന്നത്. പിശാചിൻ്റെ വലയങ്ങളിൽ അവർ അകപ്പെടുന്നു. പണത്തിനൊക്കെ വേണ്ടിയിട്ട് ദീനിനെ വിറ്റ് തിന്നുന്ന ഇത്തരം ആളുകളുടെ ചതിക്കുഴിയിൽ നിന്ന് അള്ളാഹു ഈ ഉമ്മത്തിനെ കാക്കട്ടെ. ആത്മാർത്ഥമായിട്ട് ദുആ ചെയ്യാണ്. അള്ളാഹു സുബ്ഹാനഹു തആല നമ്മളെ എല്ലാവരെയും യഥാർത്ഥമായിട്ടുള്ള ദീനിൻ്റെ പാതയിലൂടെ നയിക്കട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാനേ പറ്റുള്ളൂ. അതുകൊണ്ട് ഇത്തരം ചതികളിൽ, ഇത്തരം ഫിത്നകളിൽ നമ്മൾ പെടാതിരിക്കാൻ നമ്മൾ അള്ളാഹുവിനോട് എപ്പോഴും പ്രാർത്ഥിക്കണം. അതാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്.